ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. കഴിഞ്ഞ സമ്മറിലായിരുന്നു RB ലീപ്സിഗിൽ നിന്നും ഡാനി ഓൾമോയെ FC ബാഴ്സലോണ കൊണ്ടുവന്നത്. പക്ഷേ ഇത് പിന്നീട് വലിയ തലവേദനയായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ FC ബാഴ്സലോണ നന്നായി പാടുപെട്ടു. പിന്നീട് കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി പൂർത്തിയായി. വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ ബാഴ്സ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ശ്രമിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനെതിരെ ലാലിഗ പ്രസിഡന്റായ ഹവിയർ ടബാസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഒൽമോയെ രജിസ്റ്റർ ചെയ്തതിൽ നിയമസാധുതയില്ല എന്നാണ് ടബാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അവസരം തങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന് ടബാസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ രജിസ്ട്രേഷനെതിരെ ഇപ്പോൾ ലാലിഗ നീക്കങ്ങൾ നടത്തുകയാണ്. മറ്റുള്ളവരിൽ നിന്നും ലാലിഗക്ക് ഇപ്പോൾ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ടബാസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓൽമോയുടെ രജിസ്ട്രേഷനിൽ പല ക്ലബ്ബുകളും പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. അവരൊക്കെ ശരിയാണ്. ഞങ്ങൾ അപ്പീലുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് നിയമപരമായ രീതിയിൽ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷന് എതിരാണ്. ഞങ്ങളുടെ പക്കൽ തെളിവുകൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരം ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതാണ് ഇപ്പോൾ ഡാനി ഓൽമോയുടെ കേസിൽ ടബാസ് പറഞ്ഞിട്ടുള്ളത്. താരത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. പിന്നീട് ഡാനി ഓൽമോ ഫ്രീ ഏജന്റ് ആകും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ക്ലബിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, ഒരു അവസരം അവിടെയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇനി ലാലിഗ ഇത് ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാൽ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും ഒരു റിക്കവറി ഉടനെ സാധ്യമാവില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.